ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. കപ്സഡാണ്. നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതാ അതിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് സവാള എടുക്കുക, ആവശ്യത്തിന് തക്കാളി കുറച്ച് അധികം വേണം കേട്ടോ, ഒരു പുളിപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ അതിലേക്കുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്യാണ്ട് നമുക്ക് തന്നെ കഫ്സയിലിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഫ്രൈ ചെയ്തിട്ട് വേവിച്ചെടുക്കണം ഇഷ്ടം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്ത് പിന്നെ തക്കാളി പേസ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ ഇതാ ചൂടായതിനു ശേഷം നമ്മൾ ഓയിൽ കൊടുത്താൽ അത് കപ്സ പാക്കറ്റിൽ തന്നെ ആ കിറ്റിലെല്ലാതും ഉണ്ടാവും കേട്ടോ. ഓയിലിട്ടതിന് ശേഷം നമ്മൾ സവാള വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിന് പകരം ഇതിൽ ഞാനൊരു മാഗി ക്യൂബ് ആഡാക്കി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം പട്ട, അതുപോലെ മല്ലി, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പു ഇതും കൂടി മൂന്നിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ശേഷം നമ്മൾ കിറ്റിൽ മാഗി മസാല കിട്ടും, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതാ നമ്മൾ തക്കാളി പേസ്റ്റും കൂടി ചേർക്കുക കേട്ടോ. പിന്നെ നമുക്ക് മസാലകൾ ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി, നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള മുളകും പൊടി കേട്ടോ. ഞങ്ങളിവിടെ ഒരു 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾ, പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുക ആവശ്യത്തിന് കേട്ടോ. പിന്നെ എന്താ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ആ ഒരു എണ്ണയോടുക്കനെ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാണ്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ. മസാലകളൊക്കെ റെഡി ആയതിനു ശേഷം ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഇതാ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം ചേർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അളവിന് വെള്ളം ചേർക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് വെക്കുക കേട്ടോ. അരി കുതിർത്തി വെക്കണേ, 1 മണിക്കൂർ കുതിർത്തി വെച്ച അരിയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം, നമുക്കത് വേവുന്ന വരെ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെ കപ്സ റെഡി ആയിട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബിരിയാണിനേക്കാളും പെട്ടെന്ന് ഉണ്ടാക്കാൻ, എന്നാലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗസ്റ്റ് വന്നാലും കുട്ടികളൊക്കെ വിശന്ന് കരയുമ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞങ്ങളിതാ കപ്സൊക്കെ കഴിച്ച് നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. അടുത്ത വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.